സോണിയും ഒരുപക്ഷെ അറിഞ്ഞു കാണും. ആദ്യം ശ്രീലേഖ മിത്രയുടെ രഞ്ജിത്തിനെതിരെ പരാതി വരുന്നു. അത് കഴിഞ്ഞ് രേവതി സമ്പത്ത് സിദ്ദിഖിനെതിരെ സംസാരിക്കുന്നു. ഇപ്പോൾ ആ രണ്ടു പേരും സ്ഥാനം ഒഴിഞ്ഞിരിക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയാണ് ഈ നടപടികളൊക്കെ വരുന്നത്. ഇത് കാണുമ്പോൾ ഇവരെ പോലെ തന്നെ തുറന്നു പറയാൻ, താൻ നേരിട്ട അനുഭവങ്ങൾ, ദുരനുഭവങ്ങൾ, പ്രയാസങ്ങൾ തുറന്നു പറയാൻ ശ്രമിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഇതൊക്കെ കാണുമ്പോൾ, കേൾക്കുമ്പോൾ എന്ത് തോന്നുന്നു സോണിയ? ഇവരുടെ രാജി നല്ല സന്തോഷമുള്ള വാർത്ത. ഇന്ന് ഒരു സമാധാനം കിട്ടുന്നുണ്ട്. കാരണം ഈ തെറ്റ് ചെയ്തിട്ടുള്ളവർ അവർ മാറി നിൽക്കാനെങ്കിലും കാണിച്ചല്ലോ. അപ്പോൾ അതൊരു വലിയൊരു സൂചനയാണ്, നല്ല സൂചനയാണ്. ഇത്തരം ക്ലാരിറ്റി, ഇത്തരം ക്ലിയറൻസ് ആണ് നമുക്ക് വേണ്ടത്. തീർച്ചയായിട്ടും ഈ രാജി അഭിനന്ദനാർഹം തന്നെയാണ്. ഇതുപോലെ ഒരുപാട് പൊയ്മുഖങ്ങൾ ഇനിയുണ്ട്. കുട്ടികൾ നേരിട്ടിട്ടുള്ള ദുരനുഭവങ്ങൾ നേരിട്ട് വന്ന് പറയാനുള്ളൊരു സ്പേസും അതിനു വേണ്ടിയിട്ടുള്ള മറ്റ് ലീഗൽ സപ്പോർട്ടും മോറൽ സപ്പോർട്ടും ഒക്കെ നിങ്ങൾ മീഡിയയും അതുപോലെയുള്ള സർക്കാരും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. സിനിമ ഇൻഡസ്ട്രി എന്ത് നല്ലൊരു വ്യവസായമാണ്. ഇവിടെ മനസമാധാനത്തോടെ നമുക്ക് വർക്ക് ചെയ്യണ്ടേ, നമ്മുടെ തൊഴിലിടമല്ലേ. അപ്പോൾ നമ്മൾ ഭയക്കാതെ പേടിക്കാതെ ഒരുത്തന് നമ്മുടെ ശരീരം ഉപയോഗിക്കാതെ മര്യാദയ്ക്ക് പോയി അഭിനയിച്ച് തിരിച്ചു വരാൻ പറ്റണം. പിന്നെ നമ്മളെല്ലാവരും മനുഷ്യരാണ്. ഇപ്പോൾ ഒരാളോട് ഇഷ്ടം തോന്നി, അവർക്ക് പോയി ഇത്തരം കാര്യങ്ങൾ ഏർപ്പെടണമെങ്കിൽ അതൊക്കെ ഇതിന് പുറത്ത് ചെയ്യാമല്ലോ. അതൊന്നും ആരും കുറ്റപ്പെടുത്തുന്നില്ല. രണ്ടുപേരുടെ സമ്മതത്തോടെ അവർക്ക് വേണം. പക്ഷേ ഇത് കിടന്നാൽ മാത്രം ചാൻസ്, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് ഓക്കെ ആണോ എന്ന് ചോദിക്കുന്ന തരത്തിൽ അധപ്പതിച്ചു പോയൊരു സംസ്കാരം മാറ്റേണ്ട സമയം അതിക്രമിച്ചു. സർക്കാരും മറ്റ് സന്നദ്ധ സംഘടനകളായാലും ഗവൺമെൻറ് ആയാലും എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് മുൻകൈ എടുത്തുകൊണ്ട് ഈ ഒരു ക്ലാരിറ്റി, ഇപ്പോൾ ഈ ഒരു ശുദ്ധികലശം ഇപ്പം നടത്തിയില്ലെങ്കിൽ ഇനി ഇവർക്കൊക്കെ വീണ്ടും ഇതേപോലുള്ള ഒരു അവരുടെ ടെൻഡൻസി അവരുടെ ഉള്ളിലുണ്ടാവും. ഇപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ തേഞ്ഞു മാഞ്ഞു പോവും, പിന്നീട് മിസ്യൂസ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഇതിനൊക്കെ ഒരു ചട്ടവും നിയമവും ഒക്കെ ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. രാജിയിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളൊക്കെ ഒരുപാട് ബഹുമാനിച്ചിരുന്ന സ്നേഹിച്ചിരുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷേ ഇവർ രാജിവെച്ചതിൽ ഇന്നത്തെ ദിവസം ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരുപാട് അഭിമാനവും സന്തോഷവും തോന്നുന്നു. ഇപ്പം താങ്കൾ സോണിയ നേരിട്ട ദുരനുഭവം കൂടിയുണ്ട്. അത് തുറന്നു പറയാൻ ഈ ഒരു നിമിഷം അത് തുറന്നു പറയാൻ തോന്നാനുള്ള ഒരു കാരണം, മാധ്യമങ്ങളിലൂടെ പുറം ലോകം അറിയണം താൻ നേരിട്ട പ്രയാസം എന്ന് തോന്നാനുള്ള ഒരു കാരണം എന്താണ്? ആ ദുരനുഭവം പറയുമോ, എന്തായിരുന്നു എന്ന്? അത് ഈ ഹേമ കമ്മിറ്റി വന്നപ്പോൾ ഞാൻ ശരിക്കും ഈ 2019 വരെയും പല ബുദ്ധിമുട്ടുകളിലൂടെയാണ് സിനിമ ഇൻഡസ്ട്രിയിൽ കടന്നു വന്നത്. അപ്പോൾ ഹേമ കമ്മിറ്റി വന്ന് ഇത്തരം ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയത്ത് നമ്മുടെ നാട് അല്ലെങ്കിൽ ഈ സംഘടനകൾ സിനിമാക്കാരെ ഏത് തരത്തിലുള്ള അവസ്ഥയിലൂടെയാണ് നമ്മളെ കടത്തിവിടുന്നത് എന്നുള്ളത് ജനം അറിയണമെന്ന് തോന്നി. ഇനിയും ഞാൻ നിശബ്ദമായിട്ടിരുന്നാൽ എൻ്റെ മനസാക്ഷിക്ക് ചിലപ്പോൾ നാളെ ഞാൻ മരിച്ചു പോയേക്കാം. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് എന്തായാലും നമുക്ക് നേരിട്ട്, അല്ലെ, സിനിമ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് കുറേ പേര് പറയുന്ന കേട്ടു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, ഇപ്പം എന്നെപ്പോലെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി, ഞാൻ സിനിമയ്ക്കപ്പുറം ഒരു സാമൂഹ്യ പ്രവർത്തക കൂടിയാണ്. അപ്പോൾ എനിക്കൊരു കമ്മിറ്റ്മെൻറ്റ് സൊസൈറ്റിയോട് ഉണ്ട്. അപ്പോൾ ഇത് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു, എനിക്കും അനുഭവപ്പെട്ടിട്ടുണ്ടെന്നുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യം തുറന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിച്ചത്. 2013 ഒരു പടത്തിൻ്റെ ഷൂട്ടിൽ തൊടുപുഴ പോകുമ്പോൾ അതിലെ നായക നടൻ ഇപ്പോഴും സൂപ്പർ സ്റ്റാറാണ്, അന്നും സൂപ്പർ സ്റ്റാറാണ്. അപ്പോൾ അതിലെ സംവിധായകൻ ചെല്ലുമ്പോൾ തന്നെ നമ്മളെ പരിചയപ്പെടുത്തിയിരുന്നു, ഇതാണ് ഇതിലെ നായിക, ഇതാണ് നായക എന്ന് പറഞ്ഞ് പരിചയപ്പെട്ട് ഷേക്കാൻ്റെ കൊടുത്ത് പോയതാണ്. അപ്പോൾ അന്ന് ജസ്റ്റ് കണ്ടിട്ടേ ഉള്ളൂ. നമ്മൾ വെള്ളിത്തിരയിൽ കണ്ട് ആരാധിക്കുകയും ഒരുപാട് സ്നേഹത്തോടെ കാണുകയൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ നമ്മൾ റെസ്പെക്റ്റാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് തിരിച്ച് ടോയ്ലറ്റിലും പോയി തിരിച്ചു വരുന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡ്ലി കടന്നു പിടിക്കുകയായിരുന്നു, കയറി പിടിക്കുകയായിരുന്നു. പകല് 10 മണിയല്ല, ഷൂട്ട് തുടങ്ങുന്നതിന് തൊട്ട് മുന്നിലാണ്. അപ്പം ഞാൻ സത്യത്തിൽ പേടിച്ചു പോവാണ്. അപ്പോൾ ഒരു 2013 ഈ സംഭവം. പേടിച്ച് കരയുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാൻ തള്ളി മാറ്റി, ആള് മാറി, വേറെ ഒന്നും ഇതായില്ല. പക്ഷേ എനിക്കുണ്ടായ ഒരു പേടി, ഒരു ഭയം ആ സിനിമയുടെ ഫസ്റ്റ് ഡേ ഷൂട്ടിങ്ങിലാണ്. ആ സമയം മുതൽ 4 ദിവസത്തെ ഷൂട്ടുണ്ട്. ആ 4 ദിവസവും എനിക്കൊരു എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സ്ട്രെസ്സിലാണ് ഞാൻ ആ സിനിമ ചെയ്തു വന്നത്. പിന്നീട് അദ്ദേഹം മാപ്പ് പറയുകയും അവിടുന്ന് നമ്പർ കളക്ട് ചെയ്ത് എന്നെ വിളിക്കുകയും അതിനുശേഷം ഇന്ന് വരെ, ഈ സമയം വരെ സൗഹൃദത്തിൽ നല്ല സുഹൃത്തുക്കളാണ്. ഇന്ന് വരെ വേറൊരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ അന്ന് ആ നായക നടൻ കയറി പിടിക്കാൻ പോലും ധൈര്യം കാണിച്ചത് ഇപ്പോൾ ഈ പറയുന്ന അരക്ഷിതാവസ്ഥകളൊക്കെ ഇൻഡസ്ട്രിയിൽ നടക്കുന്നത് കൊണ്ട് തന്നെയാണ്. അവർക്ക് ആ ഒരു എനിക്ക് തൊടാം, എനിക്ക് ആ പെണ്ണിനെ പിടിക്കാം, അല്ലെങ്കിൽ അവളുടെ അനുവാദം ഇല്ലാതെ അവളെ ഉമ്മ വയ്ക്കാം, ഇതൊക്കെ അവരുടെ തോന്നലാണ്. അതിൻ്റെ ഒരു കയറൂരി വിട്ടിരിക്കുന്ന സംഘടനകളും സംവിധാനങ്ങളും ഉള്ളത് കൊണ്ട് തന്നെയല്ലേ. അപ്പൊ ഇതുകൊണ്ട് ഈ സമയത്ത് ഞാൻ തുറന്നു പറയണം. അവിടെ ആ സിനിമയുടെ സംവിധായകനോടോ അല്ലെങ്കിൽ നിർമ്മാതാവിനോടോ സോണി ഈ കാര്യം പറഞ്ഞിരുന്നു അന്ന്?
ഇല്ല, എനിക്ക് ആരെയും വ്യക്തിപരമായിട്ട് അറിയില്ല. എനിക്കൊരു പ്രൊഡക്ഷൻ കൺട്രോളർ വഴിയാണ് ആ സിനിമയിലേക്കുള്ളൊരു അവസരം വരുന്നത്. അപ്പം ഞാനിത് ഹസ്ബൻഡിനോട് വന്ന് ഷൂട്ട് കഴിഞ്ഞ ഉടനെ വീട്ടിൽ ബാഗ് കൊണ്ട് വെച്ച ഉടനെ പറയുന്നത്, അപ്പോഴും ഫോണിൽ പറഞ്ഞില്ല, വീട്ടിൽ വന്ന ഉടനെ പറയുന്നത് ഈ ഒരു സംഭവമാണ്, എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, ഇങ്ങനെ ഒരു ഇത് വന്നു, ഞാൻ ഇനി പോകുന്നില്ല ലൊക്കേഷനിൽ, എനിക്ക് ചെറിയൊരു പൈസയ്ക്കാണ് നമ്മൾ അഭിനയിക്കാൻ പോകുന്നത്, സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അപ്പോൾ ഹസ്ബൻഡാണ് ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്യുന്നതും, നീ വലിയ കലാകാരിയാണോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം മരണപ്പെട്ടു പോയി, ഇപ്പോൾ 9 വർഷമായി അദ്ദേഹം പോയിട്ട്. അപ്പോൾ ഈ സംഭവം കഴിഞ്ഞ് കുറച്ചുകൾ കഴിയുമ്പോൾ അദ്ദേഹം ക്യാൻസർ ബാധിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം പിന്നീട് ഞാൻ സിനിമയിലേക്ക് വീണ്ടും വന്നു. അന്ന് കുറേ ടൈമിൽ ഞാൻ അഭിനയിക്കാതെ ഇരുന്നു. ഈ ഒരു വിഷയം മാത്രമല്ല, പല കുടുംബത്തിലുണ്ടായിരുന്ന വേറെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ വെച്ചിട്ട് ഞാൻ അഭിനയം നിർത്തിയിരുന്നു. പിന്നീട് നമ്മൾ വന്നതെല്ലാം കുറച്ച് ആർട്ട് പടങ്ങളിലെ ലീഡ് റോളും കാര്യങ്ങളുമായിട്ട്. മുൻനിര സിനിമാക്കാരും എന്നെ കണ്ടിട്ടേ ഇല്ല, പക്ഷെ എല്ലാവർക്കും എന്നെ അറിയാം. അവർക്ക് ചോദിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം. എല്ലാവരും വലിയ സംവിധായകരൊക്കെ അവരുടെ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി, എനിക്ക് സങ്കടം തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, നമ്മളുമായിട്ട് അടുത്ത് പരിചയമുള്ള സംവിധായകരൊക്കെ അവരുടെ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി പോസ്റ്റർ അയച്ചു തരും. അവരുടെ സിനിമ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഫേസ്ബുക്കിലൂടെയും നമ്മുടെ സ്റ്റാറ്റസിലൂടെയും വാട്സപ്പിലൂടെയും ഇൻസ്റ്റയിലൂടെയൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കണം. നമ്മളെ വിളിച്ചിട്ട് ഒരു ചാൻസ്, നമ്മൾ ആർട്ടിസ്റ്റാണ്, നമ്മളൊരു സാമൂഹ്യ പ്രവർത്തകയാണ്, ഓക്കെ അവർക്ക് ഈ വേഷം കൊടുക്കുക, എന്തുകൊണ്ട് വിളിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ